ഹായ് ഗായ്സ്, രാവിലെ പുട്ട് തിന്ന് തന്നെ തുടങ്ങാം. അങ്ങനെ കടലേ എത്തി, പിന്നെ ഞാനും. അങ്ങനെ പുട്ട് കഴിക്കാനിരുന്നപ്പോ അമ്മയും കണ്ണനും കൂടെ എന്നെ ട്രോളുവാണേ. അങ്ങനെ ഊക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കുവാണേ. അങ്ങനെ ഊക്ക് കൊടുത്തും വാങ്ങിയും പുട്ട് തിന്ന് തീർന്നു. ഇനി നമുക്ക് പോയി ജനല് തുറന്നിടാം. ഇന്ന് അത് മറന്ന്. അങ്ങനെ ജനല് തുറന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും വരയ്ക്കാൻ ഒരു മോഹം. നമ്മൾ വരയ്ക്കുന്ന പുസ്തകവും എല്ലാം എടുത്ത് ഞാൻ മണ്ടയ്ക്ക് വെച്ചേ. അങ്ങനെ ഞാൻ എൻ്റെ HB പെൻസിലും എടുത്തേ. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന HB 8B ആൻഡ് 4H പെൻസിലാണ്, പിന്നെ ഷാർപ്നറും ഇറേസറും. ഇതാണ് എൻ്റെ HB ഡ്രോയിങ് സെറ്റ്. പെൻസിലും വരയ്ക്കാനുള്ള പുസ്തകവും എടുത്ത് ഞാൻ നേരെ ടേബിളിലോട്ട് ഇരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ച കൃഷ്ണനെ കണ്ടത്. അത് കഴിഞ്ഞ് ഞാനൊരു നീണ്ട ചിന്തയിലായിരുന്നു, എന്ത് വരയ്ക്കുമെന്ന് ആലോചിച്ച്. അങ്ങനെ എന്ത് വരയ്ക്കുമെന്ന് ആലോചിച്ച് ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ യൂട്യൂബിലെ കമന്റ് ഞാൻ ആലോചിച്ചു. നമ്മുടെ നിതിൻ ബ്രോ കമന്റ് ചെയ്തേക്കുന്നത് സുക്കൂന ആൻഡ് ഗോജോയെ വരയ്ക്കാനാണ്. വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ സ്കെയിൽ എടുത്ത് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ വരയ്ക്കാനിരുന്നേ. ഇനി ഞാൻ പറയാം HB ഡ്രോയിങ് സെറ്റ് വാങ്ങിച്ച കഥ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ബസ്സിൽ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ പുള്ളിക്കാരൻ കിഡിലായിട്ട് പടം വരയ്ക്കുമായിരുന്നു. പുള്ളിയുടെ അടുക്കൽ ഞാൻ ടിപ്സും ഷെയ്ഡ് ചെയ്യുന്ന കാര്യമൊക്കെ ചോദിച്ചറിയുമായിരുന്നേ. അങ്ങനെ പുള്ളിക്കാരൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു. അന്ന് ഞാൻ സ്കൂൾ ബസ്സിലൊന്നും അല്ലായിരുന്നു പോകുന്നത്, വിഷ്ണുവണ്ണൻ്റെ ഉഷ ട്രാവൽസിലായിരുന്നു ഞങ്ങളെല്ലാവരും പോകുന്നത്. അതിൽ അത്യാവശ്യം നിറച്ച ആളുണ്ടായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരെ ഒരു ദിവസം HB ഡ്രോയിങ് സെറ്റിൻ്റെ കാര്യം എൻ്റെ അടുക്കൽ പറയുന്നത്. അത് ഈ നല്ലോണം ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്ന പെൻസിലുണ്ടെന്നും അങ്ങനെ എല്ലാം പറഞ്ഞു. അന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിൽ എത്ര ഇതായാലും എനിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരുമായിരുന്നു. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എനിക്ക് വാങ്ങിച്ചു. അന്ന് 5ാം ക്ലാസ്സിൽ വെച്ച് വാങ്ങിച്ച സാധനം ഇത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ +2 കഴിഞ്ഞ്. അങ്ങനെ ഞാൻ പടം വരച്ച് കഴിഞ്ഞ് കഥ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. കുറെ നാൾ കഴിഞ്ഞ് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ കുറേ തെറ്റുകളുണ്ട്. അങ്ങനെ പതുക്കെ നമ്മൾ ബുക്ക് അടച്ചു വെച്ച് വെളിയിലോട്ട് ഇറങ്ങി. ഇപ്പോഴാണ് വെയിലത്ത് തിളങ്ങിയിരിക്കുന്ന റോസ് ഞാൻ കണ്ടത്. സമയം ഇപ്പോൾ 4 മണിയായി. അങ്ങനെ ഞാൻ ഉള്ളിൽ പോയി ചായയും വെളിയിലോട്ട് എടുത്തുകൊണ്ട് വന്ന് പതുക്കെ ചായ കുടിച്ച്. വെളിയിലിരുന്ന് ചായ കുടിക്കുന്ന ഒരു പ്രത്യേക സുഖം. അപ്പോൾ അതാ പൂമ്പാറ്റ വരുന്നത്. അങ്ങനെ പൂമ്പാറ്റയുടെ ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, പക്ഷേ നമ്മൾ തോറ്റ്. അങ്ങനെ മാവിൻ്റെ കൊമ്പൊക്കെ മുഖത്ത് വന്നടിച്ച് ഞാൻ നേരെ കടയിലോട്ട് വിട്ട്. അങ്ങനെ അവിടുന്ന് പൂമ്പാറ്റയ്ക്ക് ഒരു ലോലിപോപ്പും വാങ്ങിച്ച് തിരിച്ച് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ അതാ പൂമ്പാറ്റയ്ക്ക് വേണ്ടി അമ്മ മാറ്റി വെച്ച ഒരു ലഡ്ഡു ഇരിക്കുന്നു. അതും പതുക്കെ വയറ്റിലാക്കി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വരവിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.